ഹായ് ഗൈസ്, ക്ലീ 2026 സ്റ്റഡി സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കേരള ലോ എൻട്രൻസിൻ്റെ സിലബസിലുള്ള സബ്ജക്ട്സിൻ്റെ ഡീറ്റെയിൽ സിലബസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇല്ലേ. അപ്പം ഞാൻ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഡീറ്റെയിൽ സിലബസ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു, ഇംഗ്ലീഷിൻ്റെ ഡീറ്റെയിൽ സിലബസ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു, GK ആൻഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽ സിലബസ് വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇനിയിപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെയാണ് ഡീറ്റെയിൽ സിലബസ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുള്ളത്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉഷാറായി പഠിക്കുന്നില്ലേ? നമുക്ക് അടിക്കണം, നമുക്കൊരു ഗവൺമെൻറ് മെറിറ്റ് സീറ്റ് അടിക്കണം. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. 2026 2020 വേൾഡ് കപ്പ് കഴിഞ്ഞു. ആരാണ് റണ്ണേഴ്സ് അപ്പ്? റണ്ണേഴ്സ് അപ്പ് ആരാന്ന് പഠിച്ചിരിക്കണം അല്ലേ? നമ്മുടെ ഈ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ റണ്ണേഴ്സ് അപ്പ് ആരാന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക, അറിയാത്തവർ കണ്ടെത്തി നോട്ട് ചെയ്ത് പഠിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കണം, സ്പോർട്സ് കറണ്ട് അഫയേഴ്സും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. എല്ലാ കറണ്ട് അഫയേഴ്സും നോട്ട് ചെയ്യണം. സ്പോർട്സ് കറണ്ട് അഫയേഴ്സാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇല്ലേ, 2026 ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ റണ്ണേഴ്സ് അപ്പ് ആരാന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നമുക്ക് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഡീറ്റെയിൽ സിലബസ് നമുക്ക് നോക്കാം. ഈ ഒരു ഇതിൽ നിന്ന് പറയുന്ന മാത്സ് ആണ്. മാത്സും അതുപോലെ തന്നെ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏകദേശം 15 ക്വസ്റ്റ്യനാണ് ഈ ഭാഗത്തുനിന്ന്, 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് വരുന്നത്. ഏറ്റവും കുറവ് ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്നാണ് വരുന്നത്. ഓക്കെ, കുറവ് ചോദ്യങ്ങളാണ് ഈ ഭാഗത്തുനിന്നാണ്. 15 ചോദ്യങ്ങളാണ്, 45 മാർക്ക്, 45 ഗോൾഡൻ മാർക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇനി ആദ്യം നമുക്ക് ഈ അരിത്തമെറ്റിക് മാത്സ് ഭാഗത്തുനിന്ന് എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ബേസിക് മാത്സ് ആണ് ചോദിക്കുന്നത് ഇല്ലേ. അപ്പോൾ ഈ 3 ഇയറുകാർ ഒരുപാട് പേര് PSC പ്രിപ്പയർ ചെയ്ത ആൾക്കാരുണ്ട്. ഈ PSC കാർക്ക് ഈ ഭാഗം കുറച്ച് എളുപ്പമായിരിക്കും, കാരണം അവർ PSCയിൽ ഇതൊക്കെ പഠിക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ബാക്കിയുള്ള 5 ഇയറുകാരും ഇനി PSC പഠിക്കാത്തവരുണ്ടെങ്കിൽ ടെൻഷനും അടിക്കുന്നുണ്ട്, ഇതൊക്കെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂന്നേ. ഇതൊക്കെ ബേസിക് മാത്സാണ്. ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒന്നല്ല ചോദിക്കുന്നത്, ബേസിക് ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള മാത്സുകൾ. അപ്പം നമ്മുടെ അനിയന്മാരും അനിയത്തിമാരുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് നോക്കിയാൽ ഈ സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നോക്കി ഇക്വേഷനൊക്കെ ഇട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. സിമ്പിൾ ചോദ്യങ്ങളാണ് യൂഷ്വലി ചോദിക്കാറ്. ചിലപ്പോൾ 1 or 2 സ്റ്റെപ്പ് അല്ലെങ്കിൽ 3 സ്റ്റെപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, മാത്സ് ചെയ്യാനുള്ള ഒരു ക്ഷമ നമ്മൾ കാണിക്കണം. ബാക്കിയുള്ള 3 സബ്ജക്റ്റുകൾ ലീഗല്, ഇംഗ്ലീഷ്, GK കറണ്ട് അഫയേഴ്സ് ഇതൊക്കെ നമുക്ക് വായിച്ചു പഠിച്ചാൽ, പക്ഷേ ഇത് നമ്മൾ കുത്തിപ്പിടിച്ചിരുന്ന് ചെയ്യണം. അപ്പോൾ പലരും ഈ ഭാഗം പഠിക്കാൻ മടിക്കും, പക്ഷേ അതൊരു മണ്ടത്തരമാണ്. 45 ഗോൾഡൻ മാർക്സ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് അരിത്തമെറ്റിക് മാത്സ് ഭാഗത്ത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരും. പിന്നെ വർക്ക് ആൻഡ് ടൈമിൽ നിന്ന് പ്രോബ്ലം വരും, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് പ്രോബ്ലം വരും, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷന് ചോദ്യം വരും, സിമ്പിൾ ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാറുണ്ട്, ഡയറക്ഷൻ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, പിന്നെ ഫ്രാക്ഷൻസ്. ഡയറക്ഷൻ ശരിക്കും പറഞ്ഞാൽ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്ത് വരുന്നതാണ്, ഇതിൽ അറിയാണ്ട് കയറിപ്പോയതാണ്. ഇനി മെൻസുറേഷൻ ഭാഗത്ത് നിന്ന് ഏരിയ ആക്കി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരാറുണ്ട്, പിന്നെ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് പ്രോബ്ലംസ് വരാറുണ്ട്. ഇനി ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്തുനിന്ന് എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറ്, കോഡിംഗ് ഡീകോഡിംഗ് പ്രോബ്ലംസ് വരാറുണ്ട്. കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് സ്കെച്ച് ഔട്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അനലോഗിയിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാറുണ്ട്, ഡയറക്ഷൻ ടെസ്റ്റ് ചോദ്യം ചോദിക്കാറുണ്ട്. ഇപ്പോൾ 10 മീറ്റർ നോർത്തിലേക്ക് മാറി, പിന്നെ 10 മീറ്റർ വെസ്റ്റിലേക്ക് മാറി, എന്നിട്ട് 10 മീറ്റർ ഈസ്റ്റിലേക്ക് മാറി, ഇപ്പോൾ എവിടെ നിൽക്കുന്നത്, അങ്ങനത്തെ തരം ചോദ്യം ഡയറക്ഷൻ ടെസ്റ്റ്. പിന്നെ ബ്ലഡ് റിലേഷൻ, പിന്നെ ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്, എന്നിട്ട് വെച്ചാൽ ഓരോന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് വന്നൊരു പ്രോബ്ലമാണ്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് നമ്പേഴ്സ് 20, 15 and 45. കണ്ടോ, നമ്പർ സിസ്റ്റത്തിൽ നിന്ന് വന്ന പ്രോബ്ലമാണ്. ഇതൊക്കെ ബേസിക് ചോദ്യമാണ്. അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് ഇതൊന്ന് വായിച്ച് പഠിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യമാണ്. അത് മെൻസുറേഷൻ ബന്ധപ്പെട്ട മെൻസുറേഷനിലാണ് നമ്മൾ ഏരിയ പല സർക്കിള്, ട്രയാങ്കിള് അതുപോലുള്ള സാധനങ്ങൾക്ക് ഏരിയാസൊക്കെ മെൻസുറേഷൻ ഭാഗത്തുനിന്ന് പഠിക്കുന്നത്. പിന്നെ അടുത്ത ചോദ്യം, ഇത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് വന്ന ചോദ്യമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യം. ദ ഷോപ്പ് ഓണർ ബോട്ട് ആൻ ഐറ്റം ഫോർ ₹24,550. ഈ സോൾഡ് ദ ഐറ്റം ഫോർ 20% ലെസ് ദ സെല്ലിംഗ് പ്രൈസ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് വരുന്ന പ്രോബ്ലം. ഇങ്ങനത്തെ തരം പ്രോബ്ലംസ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്ത പ്രോബ്ലമാണ്. പിന്നെ അടുത്തത്, എ ക്യാൻ ഡു എ വർക്ക് ഇൻ 15 days. ബോത്ത് എ ആൻഡ് ബി ടുഗെദർ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 6 days. ദെൻ ബി എലോൺ ക്യാൻ ഡു ദ സെയിം. ഇത് വർക്ക് ആൻഡ് ടൈം പ്രോബ്ലം ഭാഗത്തുനിന്ന് വരുന്ന പ്രോബ്ലമാണ്. ഓക്കെ, വർക്ക് ആൻഡ് ടൈം ഭാഗത്തുനിന്ന് വരുന്ന പ്രോബ്ലമാണ്. ഓക്കെ, ആ ടൈപ്പ് മോഡൽ ടൈപ്പ് പ്രോബ്ലമാണ്. ഇനി അടുത്തത്, the amount of 18,000 has to be paid to A and B in ratio 5:4. ഇത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഭാഗത്ത് വരുന്നത്, റേഷ്യോ പ്രൊപ്പോർഷൻ ഭാഗത്ത് വരുന്ന ചോദ്യമാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം,
₹1,000 is deposited in a bank at a rate of 7% simplest for 5 years. The maturity amount. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ ആയിട്ട് കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് സ്ഥിരമായിട്ട് ചോദ്യം വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വിട്ടാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. ഇനി അടുത്തത്, ഇഫ് ഡയറക്റ്റ് കറസ്പോണ്ട്സ് ടു FKTGE then order corresponds. ഇത് നമ്മുടെ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ കോഡിംഗ് ഡിക്കോഡിംഗ് പ്രോബ്ലംസ്, കോഡിംഗ് ഡിക്കോഡിംഗ് ഭാഗത്തു നിന്ന് വരുന്ന പ്രോബ്ലം ആണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. നമുക്ക് സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു തേർഡ് വേർഡ് ഇൻ ദ സെയിം വേ ആസ് സെക്കൻഡ് വേർഡ് ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് വേർഡ്. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട്. ഈ റിലേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ആൻസറിലേക്ക് അറൈവ് ചെയ്യാം. അപ്പോൾ ഈ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗം എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു തവണ വായിച്ചാൽ മനസ്സിലായിരുന്നില്ല. അത് നമ്മൾ ക്ഷമയോടെ 1, 2, 3 തവണ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത് അനലോഗി ഭാഗത്തുനിന്ന് വരുന്ന പ്രോബ്ലം, ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ അനലോഗി ഭാഗത്തുനിന്ന് വരുന്ന പ്രോബ്ലം. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓൾറെഡി ഉണ്ടാവും. അനലോഗി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് നോക്കാം. നമുക്ക് ഇനി അടുത്തത് ഡയറക്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന വരുന്ന പ്രോബ്ലം. Ravi walks 10 meter north, then 5 meter east, then 10 meters south. In which direction is from the starting point? ഇത് ഡയറക്ഷൻ ടെസ്റ്റാണ്. ഡയറക്ഷൻ ടെസ്റ്റ് എന്ന് വരുന്നത് ഒരു ടൈപ്പ് മോഡൽ പ്രോബ്ലം. പിന്നെ സം ഓഫ് ഏജസ് ഓഫ് A and B is 40. A is 10 years older than B. Find there. ഇത് ഏജ് ടൈപ്പ് പ്രോബ്ലം. ഏജ് ടൈപ്പ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഏജ് ടൈപ്പ് പ്രോബ്ലം. പിന്നെ A is the father of B, B is the sister of B. What is A to C? ഇത് ബ്ലഡ് റിലേഷൻ ടൈപ്പ് പ്രോബ്ലംസ് കണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ കണ്ട പല മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തന്നു. ഇതിലപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ നോക്കണം. ഓക്കെ, അരിത്തമെറ്റിക് മാത്സ് ഭാഗത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ വർക്ക് ആൻഡ് ടൈം നോക്കണം. ടൈം ആൻഡ് ഡിസ്റ്റൻസ് പ്രോബ്ലം കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ പക്ഷേ മുൻ വർഷങ്ങളിൽ ചോദിച്ചാൽ അത് നോക്കണം. റേഷ്യോ പ്രൊപ്പോർഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിങ്ങൾ നോക്കണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നോക്കണം. പിന്നെ ഡയറക്ഷൻ വരുന്നത് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡാണ്. പിന്നെ ഫ്രാക്ഷൻസ് നിന്ന് പ്രോബ്ലം കഴിഞ്ഞ വർഷത്തെ പേപ്പറിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. പിന്നെ മെൻസുറേഷൻ, ഏരിയ ബന്ധപ്പെട്ട മെൻസുറേഷൻ ബന്ധപ്പെട്ട പ്രോബ്ലംസിൻ്റെ നമ്പർ സിസ്റ്റം, സം ഓഫ് എൻ നമ്പേഴ്സ്, അങ്ങനത്തെ നമ്പർ സിസ്റ്റമായി ബന്ധം. പിന്നെ LCM HCF എന്ന് പ്രോബ്ലംസ് വരുന്നുണ്ട്, അത് നോക്കണം. ഓക്കെ, ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാൻ ഇതിനിടെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ വീഡിയോ ആയിട്ട് ആഡ് ചെയ്ത് ഞാൻ വരാം. ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് പൊതുവേ ഈ ഭാഗത്തു നിന്നൊക്കെ സ്ഥിരങ്ങൾ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ നമ്മുടെ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്തു നിന്ന് കോഡിംഗ് ഡിക്കോഡിംഗ് വരാറുണ്ട്, അനലോഗി എന്ന് പ്രോബ്ലം വരാം, ഡയറക്ഷൻ ടെസ്റ്റ് ചോദിക്കാറുണ്ട്, ബ്ലഡ് റിലേഷൻ, ഏജ് ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ക്ലോക്കിൻ്റെ പ്രോബ്ലംസ് വരാറുണ്ട്, ക്ലോക്കിൻ്റെ പ്രോബ്ലംസ് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഭാഗം വരും. ഈ ഭാഗം എങ്ങനെ പഠിക്കണം? ഓക്കെ, അതാണ് ഒരു വെല്ലുവിളി എന്നൊന്നുമില്ല. പലരും ഇത് വിടുന്നത് ചെയ്യാനുള്ള മടി കൊണ്ടാണ് അല്ലേ. കുത്തിപ്പിടിച്ചിട്ട് നമ്മൾ ചെയ്യണം, ക്ഷമയോടെ ചെയ്യണം. ചിലപ്പോൾ ഒരു തവണ ചെയ്ത ആൻസർ കിട്ടിയെന്ന് വരില്ല, അപ്പോൾ 2ാം തവണ ചെയ്യണം, അപ്പോഴും തെറ്റ്. അപ്പോൾ പലർക്കും ആ ക്ഷമയില്ല ഇല്ലേ. നമ്മളിപ്പോൾ മറ്റേ 30% റീൽസിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പലർക്കും ക്ഷമ എന്ന് പറയുന്ന സാധനമില്ല. ബട്ട് മാത്സിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് മെറിറ്റ് സീറ്റ് കിട്ടി 4 ഗവൺമെൻറ് കോളേജിന് എവിടെയെങ്കിലും ഒരു സീറ്റിൽ ഇരിക്കണമെങ്കിൽ ഷോ സം പേഷ്യൻസ്, കുറച്ച് ക്ഷമ എന്തെങ്കിലും കാണിച്ചേ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്താ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഒരു 5 വർഷത്തെ പേപ്പർ നിങ്ങൾ എടുത്തൊന്ന് അനലൈസ് ചെയ്യും. എന്നിട്ട് അതിലെ മാത്സ് പ്രോബ്ലംസ് ഒക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും എന്തൊക്കെ എവിടുന്ന് എങ്ങനെ പഠിക്കണം കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടും. എന്നിട്ട് ആ പിക്ചർ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക. ഞാൻ പറഞ്ഞു ഏതൊരു പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും ലോ എൻട്രൻസ് ആയിക്കോട്ടെ, ഏത് എൻട്രൻസ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്ന ലോ എൻട്രൻസ്, ഫസ്റ്റ് യു ഷുഡ് ലുക്ക് ദ സിലബസ്. ആ സിലബസ് നോക്കണം. സിലബസിൻ്റെ പെരിമീറ്റർ നിന്നുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ. സിലബസ് ഇല്ലാത്ത കാര്യങ്ങൾ പഠിച്ച സമയം കളയും. രണ്ടാമത്തെ കാര്യം, യു ഷുഡ് അനലൈസ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, അത് ബേസാണ്. അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക. അതിപ്പോൾ ജുഡീഷ്യൽ സർവീസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. അത് വെച്ചിട്ട് വേണം നമ്മൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുക. പിന്നെന്താ, മേക്ക് നോട്ട്സ്. ഓക്കെ, മാത്സ് ആണ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ എന്ത് ഇക്വേഷൻ എഴുതി വെക്കും. ഇക്വേഷൻ എഴുതി വെച്ച് ഇക്വേഷൻ കാണാപ്പാടാൻ പഠിക്കുക, ആ ഇക്വേഷൻ വെച്ച് നമ്മൾ പ്രോബ്ലംസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായി നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. പ്രോപ്പറായി നോട്ട്സ് ഉണ്ടാക്കി വെച്ചാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം ടൈമിൽ എടുത്ത് റിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് തോന്നിയ പേപ്പറിൽ അവിടെ ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എക്സാം ടൈമിൽ നിങ്ങൾക്ക് റിവിഷൻ എന്ന് പറയുന്നത് വളരെ കീ ആയിട്ടുള്ള കാര്യം. അത് ഞാൻ വേറെ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് ഞാൻ. പിന്നെ ഷോ സം പേഷ്യൻസ്, ക്ഷമ കാണിക്കുക. മാത്സ് എന്ന് പറയുന്നത് ക്ഷമയോടെ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ചിലപ്പോൾ ഒരു തവണ ചെയ്താൽ കിട്ടില്ല, 2 തവണ ചെയ്താൽ 3-ാം തവണ ചെയ്താൽ കിട്ടില്ല എന്ന് വെച്ച് ബുക്ക് അടച്ച് വെച്ചാൽ ഞാൻ ഈ മാത്സ് ഒന്നും പഠിക്കുന്നില്ല, ഞാൻ വേണമെങ്കിൽ മറ്റേ ലീഗലും ഇംഗ്ലീഷും ഒക്കെ പഠിച്ചാൽ മതി എന്നാലും അങ്ങനെ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് കാര്യം നഷ്ടം നിങ്ങൾക്ക് തന്നെ ഉള്ളൂ. ഓക്കെ, എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ലോ കുറച്ച് എക്സ്ട്രാ സ്ട്രെസ് കൊടുക്കുക. ഓക്കെ, ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഈക്വൽ, എല്ലാ സബ്ജക്ട്സിനും അതിൻ്റേതായ റോളുണ്ട്. ഓക്കെ, പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് ഈച്ച് ഡ്രോപ്പ് ഈസ് വാല്യുബിൾ, ഈച്ച് മാർക്ക് ഈസ് വാല്യുബിൾ. ഓരോ മാർക്കും വാല്യൂ, ഓരോ മാർക്കിന് വിലയായിരുന്നൊരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, അത് ഇപ്പോഴല്ല, അത് എത്തും. ആ പോയിന്റ് എത്തുമ്പോൾ ഞാൻ പറയാം.
ഓക്കെ, അപ്പോൾ ഷോ സം പേഷ്യൻസ്, ക്ഷമയോടെ ഇരുന്ന് ചെയ്ത് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഈ മാത്സ് പലരും പഠിക്കാൻ നിൽക്കുന്നത്. നമ്മൾ ക്ഷമയോടെ ഇരുന്ന് ചെയ്ത് ക്ഷമയോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ആ 45 മാർക്ക് ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു റാങ്കിലേക്ക് എത്തണം, നല്ലൊരു ഇഷ്ടപ്പെട്ട ഗവൺമെൻറ് കോളേജ് പഠിക്കണമെങ്കിൽ മാത്സ് നിങ്ങൾ നല്ലോണം പഠിക്കണം. ഈ 45 മാർക്കിൽ ഫുൾ മാർക്കൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 90% നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാണ്ടല്ലോ, ദാറ്റ് വിൽ മേക്ക് എ ഗ്രേറ്റർ ഡിഫറൻസ്. അത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങളെ റാങ്ക് ലിസ്റ്റ് മുൻനിരയിലെത്തും. ലോയും നിങ്ങൾക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റി, ഇംഗ്ലീഷും കുഴപ്പമില്ലാണ്ട് സ്കോർ ചെയ്യാൻ പറ്റി, GK നിങ്ങൾക്ക് കുഴപ്പമില്ലാണ്ട് സ്കോർ ചെയ്യാൻ പറ്റിയ, മാത്സ് ഒരു നല്ലൊരു 90% മാർക്ക്, 45-90% മാർക്ക് സ്കോർ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നല്ലൊരു റാങ്ക് ലിസ്റ്റിൻ്റെ ഫ്രണ്ട് ലൈനിൽ നിങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗവൺമെൻറ് കോളേജിൽ ഫസ്റ്റ് ഓപ്ഷൻ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ പിന്നെ പർച്ചേസ് ചെയ്യുക ബുക്ക് ഓർ ഗൈഡ്. അപ്പോൾ നമ്മൾ മാത്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കേരള ലോ ആൻഡ് ഓർഡറിൻ്റെ ഗൈഡുകളുണ്ട്, മാർക്കറ്റിലുണ്ട്. ഗൈഡുകൾ വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഇനി ഗൈഡ് നിങ്ങൾക്ക് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ബുക്ക് സ്റ്റാളുകളിൽ പോയി കഴിഞ്ഞാൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ പ്രാക്ടീസ് ബുക്കുകൾ കിട്ടും നിങ്ങൾക്ക്. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും, അതിൽ തന്നെ നോട്ട്സ് ഉണ്ടാവും. ആ ചോദ്യങ്ങളൊക്കെ വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് മാത്സ് ഒറ്റ വഴിയോട് ദർ ഇസ് നോ ഷോർട്ട് കട്ട്സ്, കുത്തിപ്പിടിച്ചിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പിന്നെ പ്രാക്ടീസ് പ്രോബ്ലം ഡെയിലി ബേസ്, ആ ഡെയിലി കൺസിസ്റ്റൻറ്റ് ഡെയിലി വർക്കാണ് ചെയ്യുക. ഡെയിലി നിങ്ങൾ മാത്സ് ചെയ്യണം. ഡെയിലി മാത്സ് ചെയ്താലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ, നിങ്ങൾക്ക് സ്പീഡ് കിട്ടുള്ളൂ നിങ്ങൾക്ക്. പിന്നെ ടേക്ക് പ്രോപ്പർ അസിസ്റ്റൻസ്. അത് നമുക്ക് വെച്ചാൽ മാത്സ് പഠിക്കാൻ നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ പറ്റിയില്ല എന്ന് കാണുകയാണെങ്കിൽ ടേക്ക് കോച്ചിങ്. ഇനി നിങ്ങൾക്ക് തോന്നുന്നല്ലേ ഏത് കോച്ചിങ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ ചേട്ടന്മാരൊക്കെ PSC പഠിക്കുന്നവർ, ചേച്ചിമാർ PSC പഠിക്കുക, അവരുടെ അടുത്ത് ചോദിച്ച് നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഹെൽപ്പ് എടുക്കാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അവിടുന്ന് അല്ലെങ്കിൽ മാത്സ് അറിയുന്ന ബുജ്ജികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവും, അവരുടെ അടുത്ത് നിങ്ങൾക്ക് ചേട്ടന്മാർ കസിൻസൊക്കെ ഉണ്ട്, അവരുടെ അടുത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് എടുത്ത് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് PSCക്കാരോട് ചോദിച്ച് പഠിക്കാൻ അവർക്ക് നല്ല ഷോർട്ട് കട്ട്സ് അറിയാൻ പറ്റും. അപ്പോൾ ആ ഷോർട്ട് കട്ട്സ് ഒക്കെ അവർ പറഞ്ഞു തരും അവർക്ക്. ഓക്കെ, പിന്നെ പ്രോപ്പറായി റിവൈസ് ചെയ്യും. അറ്റ് ദ എൻഡ് സ്റ്റഡി റിവിഷൻ ഇതൊരു സൈക്കിൾ പോലെ എന്ത് ചെയ്യണം, നടക്കണം. ഓക്കെ, എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ കൺവേ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ 4 പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുടെയും ഡീറ്റെയിൽ സിലബസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കേരള ലോ ആൻഡ് ഓർഡർ 2026 എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ളത് വീഡിയോ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ആയി, ട്രാക്കും കിട്ടി, എല്ലാം അറിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഒരു ഫുൾ സ്കെയിൽ പ്രിപ്പറേഷൻ ഇല്ലേ, മൈ മറന്നുകൊണ്ടുള്ള പോരാട്ടമാണ് കിട്ടില്ലേ. ആ ഫസ്റ്റ് റാങ്ക് അതിൽ കുറഞ്ഞിട്ട് ഒരു കളിയില്ല. ഓൾവേസ് എയിം ഫോർ ദ ടോപ്പ്. ഓക്കെ, ആ ഫസ്റ്റ് റാങ്കിൽ കുറഞ്ഞിട്ടുള്ള ഒരു കളിയില്ല. ഓക്കെ, അത് എയിം ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും പ്രധാനമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്പോൾ ഷെയർ വീഡിയോ കയറാൻ പറ്റിയില്ലെങ്കിൽ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്യാറുണ്ട്. ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് വഴി നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിടാം. ഞാൻ അപ്ഡേറ്റ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്, അത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അതിന് ഞാൻ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.